വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ ദ ഗോൾഡ് റഷ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ചാർലി ചാപ്ലിൻ്റെ ഒരു സൈലന്റ് ഫിലിമാണ്. നമ്മളിവിടെ ആ സിനിമയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് തീംസിൻ്റെ ഒരു നോട്ടുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. The film opens with people going through the hills in hope of finding gold mines. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു മല കയറി പോകുന്നത് മഞ്ഞുമലയാണ്. അവിടെ ഗോൾഡ് മൈൻ അന്വേഷിച്ചിട്ടാണ് അവർ പോകുന്നത്. സ്വർണ്ണ അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ ആളുകൾ അവിടേക്ക് പോകുന്നത്. ദ പ്രോസ്പെക്ടർ സ്ട്രഗിൾസ് ടു കീപ്പ് അപ്പ് വിത്ത് സ്ട്രോങ്ങർ പ്രോസ്പെക്ടേഴ്സ് ഫംബ്ലിംഗ് ആൻഡ് ഗെറ്റിംഗ് പുഷ്ഡ് അറൗണ്ട്. അപ്പോൾ നമ്മുടെ പ്രോസ്പെക്ടർ എന്ന് പറയുന്നത് ഈ സ്വർണ്ണഖനി അന്വേഷിച്ച് പോകുന്ന നമ്മുടെ മെയിൻ കഥാപാത്രം ചാർലി ചാപ്ലിനാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആള് വീക്കാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ വേഗത്തിൽ നടക്കുമ്പോൾ ഇയാളെ തട്ടി തടഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ വീണിട്ടൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. ഇറ്റ് ഈസ് എ ഹാർഡ് ജേർണി വിത്ത് ബാഡ് വെതർ ആൻഡ് ലാക്ക് ഓഫ് ഫുഡ്. ഇനി വളരെ പ്രയാസമുള്ളൊരു യാത്രയാണത്. കാരണം അവിടെ മഞ്ഞുമലയാണ്, അവിടെ കാലാവസ്ഥ വളരെ മോശമാണ്, ഇവർക്ക് കാര്യമായിട്ടുള്ള ഭക്ഷണമൊന്നും കയ്യിലില്ല, തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ പക്ഷെ ഈ സ്വർണ്ണഖനി എന്നുള്ള സ്വപ്നത്തിൽ ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട് 2. എ ഫിയേഴ്സ് ബ്ലിസാർഡ് അറൈവ്സ് ഫോഴ്സിംഗ് ദ പ്രോസ്പെക്ടർ ടു സീക്ക് ഷെൽട്ടർ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ശക്തമായിട്ടുള്ള ഒരു കാറ്റ് വീശുന്നത്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ മഞ്ഞും തണുപ്പായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇങ്ങനെ കാറ്റ് കൂടി വീശുന്നതോട് കൂടിയിട്ട് അയാൾക്ക് ഒരു ഷെൽട്ടർ കണ്ടെത്തണം എന്നുള്ളൊരു സാഹചര്യമാവുന്നു. ലോസ്റ്റ് ആൻഡ് ഡിസോറിയന്റഡ് ഹി സ്റ്റംബിൾസ് അപ്പോൺ എ സീമിംഗ്ലി അബാൻഡൻഡ് ക്യാബിൻ. അങ്ങനെ ഇയാൾ കുറേയൊക്കെ കാറ്റിൽ ഇങ്ങനെ ആടി വിളഞ്ഞിട്ടും കുറേയൊക്കെ നടന്നിട്ടൊക്കെ ഒരു ക്യാബിനിൽ ചെന്നുപെടുന്നു. ഇൻസൈഡ് ഹി ഫൈൻഡ്സ് ബ്ലാക്ക് ലാർസൺ, എ വാണ്ടഡ് ഔട്ട്ലോ ഹു ഇനീഷ്യലി ഡിഡിൻറ്റ് അക്കോമഡേറ്റ് ഹിം. അങ്ങനെ ക്യാബിനകത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ളത് ബ്ലാക്ക് ലാർസൺ എന്ന പേരുള്ള ഒരു ആളാണ്. അയാളാണെങ്കിൽ ഒരു വാണ്ടഡ് ക്രിമിനലാണ്. അപ്പോൾ ചാപ്ലിൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അയാൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇത് എൻ്റെ ക്യാബിനാണ്, ഇവിടുന്ന് പുറത്തു പോകണം എന്നുള്ള രീതിയിലൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ ചാപ്ലിനാണെങ്കിൽ പുറത്ത് ഇങ്ങനെ കാറ്റ് വീശുന്ന സാഹചര്യത്തിൽ പോകാൻ സാധിക്കില്ല. അങ്ങനെ ഇവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് പോവാതിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ ആ ഭാഗത്ത് വരുന്നുണ്ട്. ഷോർട്ട്ലി ആഫ്റ്റർ ബിഗ് ജിം അനദർ പ്രോസ്പെക്ടർ ബേഴ്സ് ഇൻ ടു ദ ക്യാബിൻ സീക്കിംഗ് റെഫ്യൂജി. കുറച്ച് കഴിയുമ്പോൾ ബിഗ് ജിം എന്നൊരാൾ, പേര് സൂചിപ്പിക്കുന്ന പോലെ കുറെ തടിയൊക്കെ ഉള്ള ഒരാളാണ്, അയാൾ അവിടേക്ക് വരുന്നു. അയാളും ഇതുപോലെ ഈ കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ജിം ഫൈറ്റ്സ് ലാർസൺ ആൻഡ് സേസ് ദേ വിൽ സ്റ്റേ ദർ. അങ്ങനെ ഈ ജിമ്മ് വരുന്ന സമയത്തും ലാർസൺ പറയുന്നത് എൻ്റെ ക്യാബിനാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷേ ഈ ജിമ്മ് അയാളായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ട് ഈ കാറ്റ് മാറുന്നവരെ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നുള്ള രീതിയിൽ പറയുന്നു. പാർട്ട് 3. ആസ് ദ ഹെയിൽ സ്റ്റോം കണ്ടിന്യൂസ് ദേ ബിക്കം ഡെസ്പെറേറ്റ് ആൻഡ് ഹംഗ്രി. അങ്ങനെ പുറത്ത് ഈ കാറ്റും മഞ്ഞും നിർത്താതെ അങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 3 പേരും ഈ ക്യാബിനകത്ത് തന്നെ തുടർന്നിട്ട് ഇവർക്ക് ഭക്ഷണമൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ആവുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ 3 പേരും എന്ത് കഴിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ചാപ്ലിൻ ഒരു മെഴുകുതിരിയൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഉപ്പൊക്കെ വിതറിയിട്ട് കഴിക്കുന്ന കുറച്ച് കോമഡിക്ക് ആയിട്ടുള്ള രംഗങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട്. They cut the cards to decide who will go out to seek food and Larson is chosen. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഭക്ഷണം തേടി പുറത്തു പോകുന്ന സാഹചര്യം വരുന്ന സമയത്ത് ജിമ്മ് ഒരു കാര്യം പ്രപ്പോസ് ചെയ്യും. ഇവരെ ഒരു ചീട്ട് പെട്ടിയിൽ നിന്ന് ചീട്ടെടുക്കുക, ആരുടെയാണോ വാല്യൂ കുറഞ്ഞിട്ടുള്ള കാർഡ് വരുന്നത് അയാൾ പുറത്തു പോകണം എന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ ലാർസൺ ആണ് ഈ ഭക്ഷണം തേടിയിട്ട് പുറത്തു പോകേണ്ടി വരുന്നത്. ലാർസൺ സ്റ്റംബിൾസ് അപ്പോൺ 2 policemen and had to kill them. ഇയാൾ പുറത്തു പോയ സമയത്ത് 2 പോലീസുകാരുടെ അടുത്താണ് ചെന്നപ്പെടുന്നത്. ഇയാളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാണ്ടഡ് ക്രിമിനലാണ്. അപ്പോൾ ഈ പോലീസുകാർ ഇയാളെ പിടിക്കാൻ നോക്കുന്നതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇയാൾക്ക് അവരെ ഷൂട്ട് ചെയ്തിട്ട് കൊല്ലേണ്ടി വരുന്നു. ഹി ഓൺ ദ വേ ബാക്ക് ഫൈൻഡ്സ് ദ മൈൻ ആൻഡ് ഡസൻറ്റ് കം ബാക്ക്. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ ഭക്ഷണമൊക്കെ ആയിട്ട് ഇയാൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇവർ അന്വേഷിച്ച് നടന്നിരുന്ന ഈ മൈൻ സ്വർണ്ണഖനി അയാൾ കണ്ടെത്തുന്നു. അത് കണ്ടപ്പോൾ പിന്നെ അയാൾ തിരിച്ച് ക്യാബിനിലേക്ക് പോകുന്നില്ല, അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. Back in the cabin, the prospector and Jim resort to eating leather boots as a desperate measure. ഇനി ഈ ജിമ്മും നമ്മുടെ ചാപ്ലിനുമാണ് ഈ ക്യാബിനകത്തുള്ളത്. അവരാണെങ്കിൽ ഈ പുറത്തു പോയിട്ടുള്ള ആൾ തിരിച്ചു വരുന്നില്ല, ഇങ്ങനെ വിശന്ന് ആകെ പരിഭ്രാന്തമായിരുന്ന അവസ്ഥയിലെത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ലെതറിന്റെ ബൂട്ടൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ പുഴുങ്ങിയിട്ട് അതൊക്കെ ഭക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ജിം ബിഗിൻസ് ടു ഇമാജിൻ ദ പ്രോസ്പെക്ടർ ആസ് എ ചിക്കൻ ആസ് ഹങ്കർ സ്റ്റാർട്ട്സ് ടു മേക്ക് ഹിം ക്രേസി. പിന്നെ സംഭവിക്കുന്നത് ഈ ജിമ്മ്
ഇങ്ങനെ വിശന്ന് വലഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാപ്ലിനെ കാണുമ്പോൾ ചാപ്ലിൻ ഒരു ചിക്കൻ ആണെന്നൊക്കെ അയാൾക്ക് തോന്നും. അതായത് ഇങ്ങനെ വിശപ്പ് കൊണ്ട് അയാൾക്ക് ഹലൂസിനേഷനൊക്കെ വന്നു തുടങ്ങും. ആളിങ്ങനെ ഭ്രാന്തായിട്ട് പോകുന്നൊരു സാഹചര്യമൊക്കെ ആവും. അങ്ങനെ ചാപ്ലിൻ ഒരു ചിക്കൻ ആണെന്ന് കരുതിയിട്ട് ജിമ്മ് അയാളെ പിടിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ കുറച്ച് കോമഡി ആയിട്ടുള്ള രംഗങ്ങളാണ് ആ സമയത്ത് നമ്മൾ അവിടെ കാണുന്നത്. എ ബെയർ അറ്റാക്സ് ഹിം ആൻഡ് ദേ ഫൈനലി ഗെറ്റ് ഫുഡ് ബൈ കില്ലിങ് ഇറ്റ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് ഒരു കരടി അങ്ങോട്ട് വന്ന് ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ കരടിയെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കൊലപ്പെടുത്തിയിട്ട് അവർക്ക് കരടിയുടെ മാംസം കഴിക്കാവുന്ന രീതിയിൽ അവസാനം വിശപ്പ് മാറ്റാൻ സാധിക്കുന്നു. ദ സ്റ്റോം ഈസ് ഓവർ ആൻഡ് ബോത്ത് ഗോ ദെയർ ഓൺ വേസ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ സ്റ്റോമൊക്കെ അടങ്ങി രണ്ടുപേരും അവരവരുടെ വഴിക്ക് പോവുകയാണ്. പാർട്ട് 4. ജിം ഫൈൻഡ്സ് ലാർസൺ അറ്റ് ദ മൈൻ ആൻഡ് ദ ഫൈറ്റ്. അങ്ങനെ ജിമ്മ് ഈ സ്വർണ്ണഖനി അന്വേഷിച്ച് പോയിട്ട് അത് കണ്ടെത്തുന്നു. സ്വർണ്ണഖനി മാത്രമല്ല, ആ ലാർസൺ അവിടെയാണ് നിൽക്കുന്ന കാര്യം കൂടി അയാൾ കണ്ടെത്തുന്നു. അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നു. ലാർസൺ ഹിറ്റ്സ് ജിം ഓൺ ദ ഹെഡ് ആൻഡ് ഹി ഫോൾസ് അൺകോൺഷ്യസ്. ഈ ഫൈറ്റിന്റെ ഇടയിൽ ലാർസൺ ജിമ്മിന്റെ തലക്കടിച്ചിട്ട് അയാൾ അവിടെ ബോധം കെട്ടു വീഴുന്നു. ഹൗവർ ലാർസൺ ഈസ് കിൽഡ് ബൈ an avalanche. പക്ഷെ ലാർസൺ അവിടുന്ന് ഈ സ്വർണ്ണമൊക്കെ കെട്ടി വലിച്ചു പോകുന്ന സമയത്ത് മഞ്ഞിടിഞ്ഞു വീണിട്ട് അയാൾ അവിടെ കൊല്ലപ്പെടുകയാണ്. ദ പ്രോസ്പെക്ടർ ഗോസ് ടു ദ ടൗൺ വെർ ഹി മീറ്റ്സ് ജോർജിയ ഇൻ എ ഡാൻസ് ക്ലബ്ബ്. നമ്മുടെ ചാപ്ലിൻ ആണെങ്കിൽ അവിടുന്ന് ടൗണിലേക്കാണ് പോകുന്നത്. അയാളുടെ അധികം പൈസ ഒന്നുമില്ല, ആകെ 2-3 തരി സ്വർണം കൊണ്ടാണ് ആൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഡാൻസ് ക്ലബ്ബിൽ വെച്ചിട്ട് ജോർജിയ എന്നുള്ളൊരു യുവതിയെ അയാൾ കാണുന്നു. ജോർജിയ ഓൺലി ഡാൻസസ് വിത്ത് ഹിം ടു അവോയ്ഡ് സമ്മൺ എൽസ് ബട്ട് ദ പ്രോസ്പെക്ടർ ഫോൾസ് ഫോർ ഹർ. പക്ഷേ ഈ ജോർജിയ ഇയാളുടെ കൂടെ ഡാൻസ് കളിക്കാൻ ചെല്ലുന്നത് വേറൊരാളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചാപ്ലിൻ ആണെങ്കിൽ അവളുമായിട്ട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. ഹി ഇൻവൈറ്റ്സ് ഹർ ടു ഡിന്നർ ബട്ട് ഷീ ഡസൻറ്റ് ഷോ അപ്പ്, ലേറ്റർ റിഗ്രറ്റിംഗ് ഇറ്റ് ആൻഡ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിം. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോർജിയ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ചാപ്ലിൻ ആണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടാണ് കൊണ്ടു കിടക്കുന്നത്. അങ്ങനെ ഒരു ഡിന്നറിന് വേണ്ടിയൊക്കെ ക്ഷണിക്കുന്നു. ഇവള് പോകുന്നില്ല. പക്ഷെ പിന്നീട് അവൾക്ക് അതിൽ കുറ്റബോധം തോന്നിയിട്ട് ചാപ്ലിന് അവളൊരു കത്തൊക്കെ അയക്കുന്നുണ്ട്. പാർട്ട് 5. ജിം ഹാസ് ലോസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് മെമ്മറി ഫ്രം ദ ബ്ലോ ടു ഹിസ് ഹെഡ് ആൻഡ് വാണ്ടേഴ്സ് എയിംലെസ്ലി അൺഏബിൾ ടു ഫൈൻഡ് ഹിസ് മൈൻഡ്. ജിം ആണെങ്കിൽ അവിടുന്ന് ഈ മഞ്ഞു വീഴ്ചയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ അലഞ്ഞു കിടക്കുകയാണ്. ഈ തലയ്ക്ക് ഏറ്റ അടിയിൽ നിന്ന് അയാൾക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ആ ഗനി എവിടെയുള്ളതെന്നുള്ള കാര്യം അയാൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ഹി വാണ്ടേഴ്സ് ഇൻ ടു ദ ടൗൺ ആൻഡ് മീറ്റ്സ് ദ പ്രോസ്പെക്ടർ ദർ. അങ്ങനെ ഇയാൾ അലഞ്ഞിരിഞ്ഞിട്ട് ടൗണിലെത്തിയിട്ട് അവിടെ നമ്മുടെ പ്രോസ്പെക്ടർ ചാപ്ലിനെ കാണുന്നു. ചാപ്ലിനെ കാണുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാവും ആ ക്യാബിൻ്റെ അടുത്താണ്. അപ്പോൾ ചാപ്ലിനെയും കൂട്ടിയിട്ട് ക്യാബിനിലേക്ക് പോകാമെന്നൊക്കെ അയാൾ വിചാരിക്കും. ദ ഗോ ടു ഫൈൻഡ് ദ മൈൻ നിയർ ദ ക്യാബിൻ ദേ ഹാഡ് ടേക്കൺ ഷെൽട്ടർ. അങ്ങനെ അവർ ആ ക്യാബിൻ്റെ അടുത്താണ് ആ ഗനി എന്നുള്ള രീതിയിൽ അവർ അങ്ങോട്ട് അന്വേഷിച്ച് പോവുകയാണ്. ദ പ്രോസ്പെക്ടർ ടെൽസ് ജോർജിയ ദാറ്റ് ഹി വിൽ കം ബാക്ക് ആസ് എ മില്യനെയർ. അങ്ങനെ പോകുന്ന സമയത്ത് ചാപ്ലിൻ നമ്മുടെ ജോർജിയയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനൊരു ലക്ഷപ്രഭുവൊക്കെ ആയിട്ട് കോടീശ്വരനൊക്കെ ആയിട്ട് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ. ദേ ഫൈൻഡ് ദ ക്യാബിൻ ആൻഡ് പ്രിപ്പയർ ടു ഗോ ടു ദ മൈൻ. അങ്ങനെ അവർ ആ ക്യാബിൻ കണ്ടെത്തി അവിടുന്ന് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് അവർ പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. അന്നത്തെ രാത്രി അവിടെ കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഡ്യൂറിങ് ദ നൈറ്റ് എ സ്റ്റോം ക്യാരീസ് ദെയർ ക്യാബിൻ നെക്സ്റ്റ് ടു ദ മൈൻ. അങ്ങനെ രാത്രിയാകുമ്പോൾ അടുത്ത ഒരു കാറ്റ് വീശിയിട്ട് കനത്തമായിട്ടുള്ള ആ കാറ്റിൽ ഇവരുടെ ക്യാബിൻ ഇങ്ങനെ നീങ്ങി പോയിട്ട് ആ ഗനിയുടെ അടുത്ത് തന്നെ എത്തുകയാണ്. അങ്ങനെ ഒരു മലയുടെ ഇടുക്കിൽ അങ്ങനെ താഴത്തേക്ക് വീഴും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ അവർ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഇതറിയാതെ ഇങ്ങനെ ഇവരുടെ ക്യാബിൻ ആടി ഒലയുന്നതും അവരന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നതൊക്കെ കുറച്ചുകൂടി കോമഡി ആയിട്ടുള്ള രംഗങ്ങളാണ് പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്നത്. പാർട്ട് 6. ജിം ആൻഡ് ദ പ്രോസ്പെക്ടർ ഹാവ് ബിക്കം മില്യനേഴ്സ്. ഇനി സിനിമയുടെ അവസാന പാർട്ടിൽ നമ്മൾ കാണുന്നത് ഇവർ ആ സ്വർണ്ണഖനിയിൽ നിന്ന് സ്വർണ്ണൊക്കെ എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേരും മില്യനേഴ്സ് ആയിട്ടുണ്ട്. ദേ ഗോ ഓൺ എ ഷിപ്പ് ട്രിപ്പ് സറൗണ്ടഡ് ബൈ മാനേജേഴ്സ് ആൻഡ് റിപ്പോർട്ടേഴ്സ്. അങ്ങനെ നമ്മൾ കാണുന്നത് ഇവരൊരു കപ്പൽ യാത്രയിൽ പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് ഇവരുടെ കൂടെ ഇങ്ങനെ മാനേജേഴ്സ് ഉണ്ട്, കാരണം ഇപ്പോൾ ഒരു മില്യനേഴ്സ് ആണ്. കൂടാതെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഇവരുടെ സക്സസ് സ്റ്റോറിയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ എടുക്കാനൊക്കെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. The prospector finds Georgia there and they are united in a happy ending. അവിടെ വെച്ചിട്ട് നമ്മുടെ ചാപ്ലിൻ ജോർജിയനെ കണ്ടെത്തുന്നു. അങ്ങനെ ഈ സിനിമ ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടാണ് അവിടെ അവസാനിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്, ഇതിലെ ഇമ്പോർട്ടൻ്റ് തീംസിൻ്റെ പോയിന്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിലെ എസ്സേ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാവുന്നതാണ്. ഒന്ന് വരുന്നത് ഹ്യൂമാനിറ്റി സ്ട്രഗിൾ ഫോർ സർവൈവൽ.
The film portrays the harsh realities of survival in a hostile environment, highlighting the lengths people will go to in order to survive. അതായത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരെ ഏത് അറ്റം വരെ പോകും എന്നുള്ളൊരു തീം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ വേണ്ടി കഴിയും. സച്ച് ആസ് ഈറ്റിംഗ് ലെതർ ബൂട്ട്സ് ആൻഡ് ഇമാജിനിങ് ഈച്ച് അതർ ആസ് ഫുഡ്. അതിന് ഉദാഹരണങ്ങളായിട്ട് ഇവര് ലെതർ ബൂട്ട് പുഴുങ്ങി കഴിക്കുന്ന രംഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ ജിമ്മ് ചാപ്ലിനെ കാണുമ്പോൾ അയാൾ ഒരു ചിക്കൻ ആണെന്ന് ഇങ്ങനെ ഹലൂസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി മനുഷ്യരെ ഏത് അറ്റവും വരെ പോകുന്നൊരു തീം നമുക്ക് അതിനകത്ത് കാണാം. ദി ഇല്യൂഷൻ ഓഫ് വെൽത്ത്. The prospector's relentless pursuit of gold symbolizes the human desire for wealth and prosperity. പിന്നെ ദ ഗോൾഡ് റഷ്, സ്വർണ്ണം അന്വേഷിച്ചിട്ടുള്ള ഈ ഒരു പോക്കിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ ഒരു ആഗ്രഹം ഇതിനകത്തൊരു തീമായിട്ട് വരുന്നുണ്ട്. കമ്പാനിയൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. The bond between the prospector and Big Jim demonstrates the importance of companionship in challenging times. മറ്റൊന്ന് കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള തീമാണ്. നമ്മുടെ ചാപ്ലിനും ഈ ബിഗ് ജിമ്മും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ സർവൈവ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാം. ദ ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്സ് ദം എൻജോയ് ദ ഹാർഡ്ഷിപ്സ് ദേ ഫേസ്. അവർ നേരിടുന്ന പ്രതിസന്ധികളെ അവരുടെ ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് അവർ മറികടക്കുന്നത്. ദി അമേരിക്കൻ ഡ്രീം. The film reflects the American dream of prosperity and success through hard work and determination. മറ്റൊന്ന് അമേരിക്കൻ ഡ്രീം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്വപ്നത്തെ കുറിച്ചിട്ടാണ് അതിനകത്ത് പറയുന്നത്. However, it also critiques the harsh realities and challenges that come with pursuing this dream. പക്ഷെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഹാർഷ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.